ഉണ്ടായല്ലോ, എന്നാൽ ഇനി അല്പം ഒന്ന് പരാജയപ്പെട്ടേക്കാം എന്നുള്ള ചിന്ത ഒരിക്കലും മനുഷ്യനിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മനുഷ്യന്റെ പൊതുവായ വികാരം. അപ്പൊ നാം നമ്മുടെ ജീവിതത്തിൽ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും നേട്ടം കൊയ്യണമെന്നും വിജയിക്കണമെന്നും അതിയായി ആഗ്രഹിക്കുന്നു. എന്നാൽ ജീവിതത്തിന്റെ ഗതിവിഗതികളെ പഠിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, നാം എപ്പോഴും ആഗ്രഹിക്കുന്ന രൂപത്തിലല്ല ജീവിതം നമ്മെ കൊണ്ട് പോകുന്നത് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ നാം തിരിച്ചറിയുന്നു. സുഖവും ദുഃഖവും സമ്മിശ്രമായി നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നാം അറിഞ്ഞും അറിയാതെയും ആ മേഖലകളിലേക്ക്, ആ സാഹചര്യങ്ങളിലേക്ക് നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ മനുഷ്യൻ കടന്നു പോകുന്ന അത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും മനുഷ്യൻ അനുഭവപ്പെടുന്ന വലിയ ഒരു പ്രയാസം എന്നുള്ളത് നിരാശാജനകമായ ജീവിത സമീപനങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നേടാതെ പോകുമ്പോൾ, അവൻ നേടി എന്ന് കരുതുന്ന വേളയിൽ നിന്നുകൊണ്ടും അത് തന്റെ പക്കൽ നിന്നും കൊഴിഞ്ഞു പോകുമ്പോൾ, പരിപൂർണമായി ആ അനുഗ്രഹത്തെ അല്ലെങ്കിൽ ആ ഒരു സംഗതിയെ ആസ്വദിച്ച് അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് ജീവിതത്തിൽ നിന്നും കൊഴിഞ്ഞു പോകുമ്പോൾ, അതിനുവേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുകയും ഒരുപാട് സമയങ്ങൾ, അധ്വാനങ്ങൾ, ആരോഗ്യം അതിനുവേണ്ടി ചിലവഴിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷവും അത് തന്നിലേക്ക് അടുപ്പിക്കപ്പെടാതെ അകന്നു പോകുമ്പോഴെല്ലാം മനുഷ്യൻ ജീവിതത്തിന്റെ പല വേളകളിലും നിരാശ അവനെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അത്തരത്തിൽ നിരാശരായി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരോട് അവരുടെ നിരാശ മാറ്റിവെക്കുവാനും ആ നിരാശയിൽ അടിഞ്ഞുകൂടിക്കൊണ്ട് ജീവിതത്തെ സമീപിക്കേണ്ടവരല്ല മനുഷ്യരെന്നും വിശിഷ്യ വിശ്വാസികളെന്നും കൃത്യമായി പഠിപ്പിക്കുകയും അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അക്കാര്യമാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ കാര്യമായി ചർച്ച ചെയ്ത ഭാഗവും. അള്ളാഹുവെ പറ്റിയുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, എവിടെയാണോ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് വീണുപോയിട്ടുള്ളത് അവിടെ നിന്നും തുടർന്ന് ജീവിതത്തെ നയിക്കുവാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ വിശ്വാസം നമ്മെ സഹായിക്കണം. ഇസ്ലാമിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിജ്ഞാനം എന്നുള്ളത്. അറിവ് തേടുക. അറിവില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി ഭൗതികമായിക്കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ അതിന് മെനക്കെടുക എന്നുള്ളത് വലിയ പ്രതിഫലമുള്ള കാര്യമായി പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിന്റെ വിജ്ഞാനത്തിനു വേണ്ടി ആരെങ്കിലും ഇറങ്ങിത്തിരിക്കുകയാണ് എങ്കിൽ അത് സ്വർഗത്തിലേക്കുള്ള പാത അവനെ എളുപ്പമാക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അപ്പൊ വിജ്ഞാനത്തിന് വലിയ പ്രാധാന്യം നൽകപ്പെടുന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ ഖുർആൻ ആ ഭാഗം വളരെ കൃത്യമായി നമ്മോട് പറയുന്നത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ. വിശ്വാസികളെ, നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങൾ പിന്തുടരരുത്, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ കൃത്യമായ അറിവില്ല എങ്കിൽ അത് ഭൗതികമായിക്കൊള്ളട്ടെ ആത്മീയമായിക്കൊള്ളട്ടെ നിങ്ങൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കരുത്. നിങ്ങൾ പരാജയം നേരിടുന്നവരായി തീർന്നേക്കാം. വലിയ ആശയമടങ്ങിയിട്ടുള്ള വലിയ അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രയോഗമായി പരിശുദ്ധ ഖുർആനെ നമുക്ക് വായിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ആ ഭാഗം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അറിവ് നേടാൻ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പഞ്ചേന്ദ്രിയം എന്നെല്ലാം നമ്മൾ വിശേഷിപ്പിക്കുന്ന അത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ കാഴ്ചയും കേൾവിയും എല്ലാം തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നാളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അപ്പോ അറിവില്ലാത്ത ഒരു വിഷയത്തെ നമ്മൾ ഫോളോ ചെയ്യരുത് എന്നും കൃത്യമായ ആ വിഷയത്തിൽ അവബോധമുള്ളവരായി വിശ്വാസികൾ മാറണമെന്ന് നമ്മൾ പരിശുദ്ധ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നു. ജനിച്ചപ്പോൾ തൊട്ടേ അല്ലെങ്കിൽ ഓർമ്മ വെച്ച കാലം മുതലേ വിശ്വാസികളായി തീർന്നിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപാട് കാലപ്പഴക്കം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒരു മുഅ്മിനായി ഒരു വിശ്വാസിയായി നമുക്ക് ഓരോരുത്തർക്കുണ്ട്. പല കമ്പനികളിലേക്കും എന്തെങ്കിലും ജോലി ആവശ്യാർത്ഥം CV അയക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഫഷനിൽ പ്രവർത്തിക്കുന്ന ആളാണ് എങ്കിൽ ആ പ്രൊഫഷനിൽ എത്ര നാള് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തും. ഇന്ന കമ്പനിയിൽ എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ കമ്പനി നിലവാരം ഉയർന്ന കമ്പനിയാണ് എങ്കിൽ
ഞാൻ അപേക്ഷിക്കുന്ന ജോലിയിൽ ഒരുപക്ഷെ വലിയ നിലവാരത്തിലുള്ള ഒരു ജോലി എനിക്ക് കിട്ടിയേക്കാം. അത്തരത്തിലുള്ള ചിന്തകളിലാണ് നമ്മൾ അത് അയക്കുന്നത്. എന്നാൽ നമ്മുടെ വിശ്വാസത്തെ പറ്റി ഒരു CV തയ്യാറാക്കാൻ നമ്മോട് പറയുകയാണ് എങ്കിൽ 30-40 വർഷത്തെ മുസ്ലിം എന്നുള്ള എക്സ്പീരിയൻസ് അനുഭവിക്കുന്നവരും ആ ഒരു ലേബലിൽ ഈ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഈ വിശ്വാസത്തിന്റെ അടിത്തറയായ തൗഹീദ്, ആ തൗഹീദിന്റെ മർമ്മമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി എത്തരത്തിലുള്ള ജ്ഞാനമാണ്, അറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ അത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെപ്പറ്റി, വിവിധ ശാസ്ത്രശാഖകളെ പറ്റിയെല്ലാം കൃത്യമായ ബോധം നമുക്കുണ്ട്. എന്നാൽ നാം നമ്മുടെ ജീവിതത്തിന്റെ പ്രാണവായുവിനേക്കാളും അഭികാമ്യമായിക്കൊണ്ട് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നാം നോക്കിക്കാണുന്ന, നാം നമ്മുടെ ജീവിതത്തിൽ പരിഗണിച്ചു പോരുന്ന നമ്മുടെ വിശ്വാസത്തെ പറ്റി, ആ വിശ്വാസത്തിന്റെ കാതലായ നമ്മുടെ രക്ഷിതാവിനെ പറ്റി എന്ത് അറിവാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കുവാൻ, ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്? അത്തരത്തിൽ രക്ഷിതാവിനെ പറ്റിയുള്ള അറിവ് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പ്രാഥമികമായി നാം സൂചിപ്പിച്ച ആ സന്നിഗ്ധ ഘട്ടങ്ങളിലെല്ലാം യാതൊരുവിധ പേടിയും നിരാശയും കൂടാതെ ജീവിതത്തെ സമീപിക്കുവാൻ വിശ്വാസികൾക്ക് സാധ്യമാകുന്നത്. പരിശുദ്ധ ഖുർആൻ അല്പം ആശങ്ക അവശേഷിപ്പിച്ചുകൊണ്ട് ഒരു ചോദ്യം മനുഷ്യരാശിയോട് ചോദിക്കുന്നുണ്ട്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂറിലൂടെ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് എന്താണ് പറ്റിപ്പോയിട്ടുള്ളത്? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചു പോയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിന്, നിങ്ങളുടെ റബ്ബിന് നിങ്ങൾ വേണ്ടത്ര പരിഗണന നിങ്ങളുടെ ജീവിതത്തിൽ നൽകാതെ പോകുന്നത്? നിങ്ങളുടെ രക്ഷിതാവിനെ പറ്റി അറിയാതെ, രക്ഷിതാവിനെ പറ്റിയുള്ള ചിന്തയിൽ അഭിരമിക്കാതെ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ സമീപിക്കുന്നു? എന്തുകൊണ്ടൊരു പ്രാധാന്യം, ഒരു ഗൗരവം മനുഷ്യ നിന്റെ ജീവിതത്തിൽ നിന്റെ രക്ഷിതാവിനെ പറ്റി നീ കൊടുക്കുന്നില്ല എന്നുള്ള അല്പം ആശങ്ക നിറഞ്ഞ ചോദ്യം പരിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രക്ഷിതാവിനെ പറ്റി അറിയുക എന്നുള്ളത്, അള്ളാഹുവെ പറ്റിയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ കടുത്ത ബാധ്യതയായി കൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നു. സൂറ മുഹമ്മദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ടത് പറയുന്നുമുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യ നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ആരാധിക്കുന്ന ആ രക്ഷിതാവ് ഏകനാണ് എന്നുള്ള വിഷയം ഫഅലം, നിങ്ങൾ അറിയുക തന്നെ വേണം. ആ വിഷയത്തിൽ നിങ്ങൾ വിജ്ഞാനം ഉള്ളവരായി, ആലിമുകളായി തീരണമെന്ന് പ്രഥമ ബുദ്ധിയാൽ തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവെ പറ്റിയുള്ള അറിവ്, അള്ളാഹുവെ പറ്റിയുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ നാം സന്നിവേശിപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അള്ളാഹുവെ പറ്റിയുള്ള ചിന്തയിൽ ജീവിതത്തെ നയിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അള്ളാഹു ഒരു അഭയമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്. അത്തരത്തിൽ ജീവിതത്തെ നാം അള്ളാഹുവുമായി കൊണ്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴാണ് ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ രക്ഷിതാവിനെ മറന്നുപോകാതെ ശുക്ർ നടത്തിക്കൊണ്ട് ആ ജീവിതത്തിൽ ഇങ്ങനെ നിലനിന്നു പോകുവാൻ നമ്മെ നമ്മുടെ ജീവിതത്തിൽ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മോട് പറയുന്നത്. ഏറ്റവും അധികം ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ടുള്ള പ്രവാചകന്മാരും അള്ളാഹുവിന്റെ വലിയ വലിയ നിഅമത്തുകൾക്ക് വിധേയപ്പെട്ടു പോകുന്ന, ഒരുപാട് അനുഗ്രഹങ്ങൾ ഭൗതികമായും ആത്മീയമായും നൽകപ്പെട്ട ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രവും പരിശുദ്ധ ഖുർആൻ പറയാനുള്ള കാരണം ഈ രണ്ട് സാഹചര്യങ്ങളിലൂടെയും വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ കടന്നുപോയേക്കാം. ഈ തരത്തിലുള്ള സന്ദർഭങ്ങളിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ അള്ളാഹുവെ മറക്കാതിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ ഇത്തരത്തിലുള്ള പൂർവ്വ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ കഥാരൂപത്തിൽ നമ്മോട് പറയുന്നത്, സംവദിക്കുന്നത്. അപ്പൊ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവെ പറ്റിയുള്ള സ്മരണ നിലനിർത്തുവാൻ നമ്മെ ജീവിതത്തിൽ സഹായിക്കേണ്ടതുണ്ട്. അവിടെ ആരാണ് അള്ളാഹു എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. മുൻപ് കഴിഞ്ഞുപോയ പല സമുദായങ്ങൾക്കും ഉണ്ടായിരുന്ന അത്തരത്തിലുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി, എന്തിന് നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കണം? ലോകത്ത് വേറെയും സ്വയം പ്രഖ്യാപിതരായിക്കൊണ്ടുള്ള ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒട്ടനവധി ദൈവങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ട് ഈ ദൈവങ്ങളിൽ നിന്നും വ്യതിരിക്തമായിക്കൊണ്ട് നിങ്ങൾ ഏകനായ രക്ഷിതാവിനെ അള്ളാഹുവെ തന്നെ ആരാധിക്കണം? വലിയൊരു ചോദ്യമാണത്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായി ആ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിലും പ്രവാചകൻ നേരിടേണ്ടി വന്നിട്ടുള്ള വലിയ ഒരു ചോദ്യമാണ് ഈ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആവശ്യത്തിലധികം ദൈവങ്ങളെന്ന് മക്കയിൽ നിലനിൽക്കുന്നുണ്ട്. മഴയ്ക്കു വേണ്ടി, സന്താനത്തിനു വേണ്ടി, സൗഭാഗ്യത്തിനു വേണ്ടി അത്തരത്തിൽ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ദൈവങ്ങളെ സ്ഥാപിതമായിട്ടുള്ള ഗേഹത്തിനടുത്ത് നിന്നുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവെ പരിചയപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്നത്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കണം? പരിശുദ്ധ ഖുർആൻ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട്. ഏത് ബുദ്ധിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു മറുപടി. പരിശുദ്ധ ഖുർആൻ ലോക ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു സൂറ ബഖറയിലെ 21-ാമത്തെ ആയത്തിലൂടെ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കണം. ന്യായമായ ഒരു ആവശ്യമാണത്. നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. എങ്ങനെയുള്ള രക്ഷിതാവാണത്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. മറ്റൊരു ദൈവത്തിനും ഈ ഒരു വാഗ്ദാനം നൽകുവാൻ, ഈ ഒരു ആവശ്യം ഉന്നയിക്കുവാൻ സാധ്യമല്ല. മക്കയിലുണ്ടായിരുന്നു ഒട്ടനവധി ദൈവങ്ങൾ. ആ ദൈവങ്ങളിൽ ഒന്നിനു പോലും ഈ പ്രയോഗം നടത്താൻ സാധ്യമല്ല. കാരണം ആ ദൈവങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത് ആ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഈ അടിമകൾ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുന്നു, അല്ലദീ ഖലഖക്കും, ഈ വായന നടത്തുന്ന, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. എന്തുകൊണ്ടും ന്യായമായ ഒരു കൽപ്പന. അവിടെയും പരിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുന്നില്ല, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെ മാത്രമല്ല കേട്ടോ സൃഷ്ടിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് മുൻപും ഒട്ടനവധി ജനസ്മൃതികൾ ഈ പ്രദേശങ്ങളിലൂടെ, ഈ ഭൂമിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവയെയൊക്കെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. ഏത് ബുദ്ധിക്കാണ് ഈ പ്രയോഗത്തിൽ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യുക, അനുഭവപ്പെടുക? ഏത് നിരീശ്വര ബോധത്തിനാണ് ഈ ആവശ്യത്തെ നിരാകരിക്കുവാൻ സാധ്യമാകുന്നത്? തികച്ചും ന്യായമായ, യുക്തി ഭദ്രമായ ആവശ്യമാണ് പരിശുദ്ധ ഖുർആൻ സുന്ദരമായി പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. അപ്പൊ നിങ്ങളെ സൃഷ്ടിച്ചവനായ, നിങ്ങൾക്ക് മുൻപുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിന് നിങ്ങൾ ആരാധനകൾ അർപ്പിക്കണം. ഏറ്റവും ബുദ്ധിക്കനുയോജ്യമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ എന്തിന് ആരാധിക്കണം എന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചു കൊണ്ടുപോകുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് ലോകൈകനാഥനായ റബ്ബ് തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു പോകുന്ന ഒരു ഭാഗം ഇന്നി അന റബ്ബുക് എന്നുള്ള പ്രയോഗം കൊണ്ടാണ്. മൂസാ, ഇന്നി അന റബ്ബുക്, തീർച്ചയായും ഞാനാകുന്നു നിന്റെ റബ്ബ്. ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന. തുരിസിന പർവ്വതത്തിന്റെ താഴ്വാരത്ത് വെച്ച് ലോകൈകനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് സംസാരിക്കുമ്പോൾ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള വിശദീകരണമാണത്. ഞാനാകുന്നു നിന്റെ രക്ഷിതാവ്, ആയതിനാൽ എന്നെ നീ ആരാധിക്കുക, ഞാനല്ലാതെ മറ്റൊരു ആരാധ്യൻ നിനക്കില്ല തന്നെ എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ രക്ഷിതാവിനെ അറിയുവാനും ആ രക്ഷിതാവിന് അർഹതപ്പെട്ട യഥാവിധിയുള്ള ആരാധനകൾ അവന് നൽകുവാനും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, അള്ളാഹുവെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അധിക മനുഷ്യരും വ്യതിചലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ആ ഭാഗം വളരെ കൃത്യമായി പറയുന്നു, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, നിങ്ങൾ അള്ളാഹുവെ മുറപ്രകാരം, മനസ്സിലാക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അള്ളാഹുവെ കണക്കാക്കിയിട്ടില്ല. അള്ളാഹുവെ മനസ്സിലാക്കേണ്ടുന്ന പ്രകാരം നിങ്ങൾ അള്ളാഹുവെ നിങ്ങളുടെ ജീവിതത്തിൽ പരിഗണിച്ചിട്ടില്ല, കണക്കാക്കിയിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ സൂറ അൻആമിലൂടെ വളരെ കൃത്യമായി അള്ളാഹു നമ്മോട് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒന്ന് വിശകലനം നടത്തേണ്ടതുണ്ട്. വിശിഷ്യ നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശകരമായ സന്ദർഭങ്ങളെയും അവസരങ്ങളെയും നാം ഒന്ന് ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മെ ആകമാനം വിഷമത്തിലാഴ്ത്തിയ ഒരു വാർത്ത നാം കേൾക്കാനിടയായത്. അബുദാബിയിൽ നടന്ന ഒരു വാഹനാപകടവും ആ അപകടത്തിൽ പൊലിഞ്ഞുപോയ പിഞ്ചുമക്കളുടെ വാർത്തകളും നമ്മെ ഏറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. വലിയ സമ്പന്നതയുടെ നടുവിൽ നിൽക്കുന്ന, വലിയ അനുഗ്രഹങ്ങളുടെ നടുവിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ
അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ മാറോടണച്ചിരുന്ന 4 മക്കളെ വേർപെടേണ്ടി വരുന്ന ഒരു ഉപ്പയുടെ, ഒരു ഉമ്മയുടെ വേദനയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്. അപ്പൊ ജീവിതത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന ക്ലേശകരമായ സന്ദർഭങ്ങൾ കടന്നു വന്നേക്കാം. ജീവിതത്തിൽ നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ജീവിതം എന്ന് പറയുന്ന ആ മഹാസമുദ്രം അല്ലെങ്കിൽ ആ മഹാനദി ഒഴുകിയില്ല എന്ന് വന്നേക്കാം. ആ സന്ദർഭങ്ങളിൽ കൃത്യമായ അള്ളാഹുവെ പറ്റിയുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ നമ്മെ നയിക്കേണ്ടതുണ്ട്. നമ്മെ നമ്മുടെ ജീവിതത്തിലേക്ക് തള്ളി നീക്കേണ്ടത് ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ്. ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ച വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയോട് പറയുന്ന ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ ഒരു സന്ദേശമുണ്ട്. ഒരുപാട് ആഗ്രഹിച്ച് ലഭിച്ചത് നഷ്ടപ്പെടുമ്പോൾ, നഷ്ടപ്പെടരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി രാപകലില്ലാതെ അധ്വാനിച്ചിട്ടും അത് കൊടിഞ്ഞു പോകുമ്പോൾ വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയായി തെളിഞ്ഞു വരേണ്ടത് അള്ളാഹു നൽകുന്ന ആ സുന്ദരമായ സന്ദേശമാണ്. പരിശുദ്ധ ഖുർആൻ സൂറ ഹദീദിലൂടെ അള്ളാഹു പറയുന്നു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും. മനുഷ്യ, നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ മുസീബത്തുകളും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുസീബത്തായി എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ, ഫീ അൻഫുസികും, നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ശരീരത്തിലും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് സംഭവിപ്പിക്കപ്പെടുന്നുണ്ടോ, ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹ, അത് സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെടാത്തതായി ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല, നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്നില്ല. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികൾക്ക് അറിയിപ്പ് നൽകുന്നു. എത്ര സമാധാനമാണ് നമുക്ക് ആ വിഷയം, എത്ര പ്രതീക്ഷാ നിർഭരമാണ് നമുക്ക് ആ വിഷയം. എന്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ള ഈ വേദന എന്റെ രക്ഷിതാവ് എന്നെ എനിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. എന്നെ എന്റെ മാതാപിതാക്കളേറെ എന്നെ സ്നേഹിക്കുന്ന, ആരെക്കാളേറെയും എന്നെ ജീവിതത്തിൽ പരിഗണിക്കുന്ന എന്റെ രക്ഷിതാവ് ആ സംഗതികൾ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ എന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കൊണ്ടുള്ളതാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന, പ്രത്യക്ഷത്തിൽ വേദനയായി എനിക്ക് അനുഭവപ്പെടുന്ന ഈ സംഗതികളെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, എത്ര പ്രതീക്ഷാ നിർഭരമായിരിക്കും ആ മനുഷ്യന്റെ ജീവിതം, എത്ര സമാധാനമായിരിക്കും ആ മനുഷ്യന്റെ ജീവിതം. ആ ആയത്ത് പരിശുദ്ധ ഖുർആൻ അവസാനിപ്പിക്കുന്നത്, ഇന്ന ദാലിക അലല്ലാഹി യസീർ, നിങ്ങൾക്ക് ബാധിച്ചിട്ടുള്ള ആ ക്ലേശമുണ്ടല്ലോ, അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം എളുപ്പമുള്ളതാണ്. നിങ്ങളെ ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ പ്രയാസമുണ്ടല്ലോ, ആ ചിന്തകളുണ്ടല്ലോ, ആ ഓർമ്മകളുണ്ടല്ലോ, അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ വേദന പരിഹരിക്കുവാൻ അള്ളാഹുവിന് ഏറെ എളുപ്പമാണ് എന്ന് പ്രതീക്ഷയോടുകൂടിയുള്ള വചനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വിശ്വാസികളുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്ന പ്രയോഗം പരിശുദ്ധ ഖുർആൻ നടത്തുന്നത് കൃത്യമായി നമുക്ക് വായിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. അള്ളാഹുവെ പറ്റി യഥാവിധി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രതീക്ഷാ നിർഭരമായ വചനങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ട് ജീവിതത്തെ സമീപിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പല സംഗതികളെയും വലിയ കാര്യങ്ങളായി നാം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്കും മറ്റെല്ലാം അവിടെ കൊഴിഞ്ഞു പോവുകയും ആ പ്രയാസങ്ങൾ ഇങ്ങനെ മുഴച്ചു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മനുഷ്യ ജീവിതം, മനുഷ്യ പ്രകൃതം ആ രൂപത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം ഒന്ന് വിലയിരുത്തുകയാണ് എങ്കിൽ ഒരു ദിവസത്തിൽ എത്ര തവണയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീർ പല വിധേന നാം നമ്മുടെ അധരങ്ങളിലൂടെ പൊടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ നീയാകുന്നു ഏറ്റവും വലിയവൻ, അല്ലാഹുവേ നീയാകുന്നു ഏറ്റവും വലിയവൻ എന്നുള്ള ഉത്തമ ബോധ്യമാണ് നമ്മെ നമ്മുടെ ജീവിതത്തിൽ നയിക്കേണ്ടത്. എന്നെ ബാധിച്ചിട്ടുള്ള മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹുവേ അത് നിന്നേക്കാൾ ചെറുതാണ് എന്ന് തിരിച്ചറിയുകയും നീ ആ പ്രയാസങ്ങൾ നീക്കുവാൻ ഏറ്റവും സാധ്യമാകുന്ന ശക്തിയും കേന്ദ്രവും നീ തന്നെയാണ് എന്ന് തിരിച്ചറിയുകയും അള്ളാഹുവിലേക്ക്
വിനയാന്വിതരായി മടക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഓരോ തക്ബീറുകളും നമ്മെ നമ്മുടെ ജീവിതത്തിൽ നയിക്കേണ്ടത്. ആ രൂപത്തിൽ കൃത്യമായി ജീവിതത്തെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ വിജ്ഞാനത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ യഥാവിധി അള്ളാഹുവെ മനസ്സിലാക്കുവാനും ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനും സന്നിഗ്ധ ഘട്ടങ്ങളെ പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും മുറുകെ പിടിച്ചുകൊണ്ട് നേരിടാനുമുള്ള ഈമാനികമായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പരമാവധി ജീവിതത്തിൽ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുർ റാഹിമീനായ റബ്ബ് നമ്മേവരെയും അവന്റെ സച്ചരിതരായ ദാസരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ളവരാണ്. അവന്റെ ഷഹാദത്തിനെ അംഗീകരിച്ച്, പ്രവാചകന്റെ നുബുവത്തിനെ അംഗീകരിച്ച്, വിശ്വാസം എന്നുള്ള ആ ആദർശത്തെ ഏറ്റെടുത്തിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ആ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ കടന്നു വരുന്ന ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതം വളരെ കൃത്യമായി നമ്മുടെ പ്ലാനിങ്ങിൽ തന്നെയാണ് എന്നുള്ളത്. എന്റെ പദ്ധതിയാണ് ഇവിടെ നടപ്പിലാകുന്നത്, ഞാനാണ് കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും നാം എത്തിപ്പെടുന്ന അവസ്ഥ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ചിന്തയാണത്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യങ്ങളാണ് നമ്മെ പരിവർത്തിപ്പിക്കുന്നത്, നമ്മെ പാകപ്പെടുത്തുന്നത്. പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിലെ ഏറെ കിങ്കരനായ ഫിർഔനിനോട് അള്ളാഹുവെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഭാഗം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് സൂറത്ത് ത്വാഹയിലൂടെ. അപ്പൊ പ്രവാചകൻ മൂസ അലൈഹിസ്സലാം ഫിർഔനിന് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു രക്ഷിതാവുണ്ടല്ലോ, പറഞ്ഞു കൊടുക്കണമല്ലോ. ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? അനല്ല, ഞാൻ അള്ളയാണ് എന്ന് പറയുന്ന, ഞാനാകുന്നു ഈ കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന ആളോടാണ് നീ അല്ല കേട്ടോ, നിനക്കപ്പുറത്തൊരു രക്ഷിതാവുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനാണ് മൂസ അലൈഹിസ്സലാം പോകുന്നത്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അള്ളാഹുവെ പറ്റി കൃത്യമായ ബോധമുണ്ടാകണം, അല്ലെങ്കിൽ ജ്ഞാനമുണ്ടാകണം. കാരണം കൃത്യമായി ആ കാര്യത്തെ കൊട്ടാരത്തിൽ വെച്ച് അവതരിപ്പിക്കാനുള്ളതാണ്. അപ്പൊ അള്ളാഹുവുമായി കണ്ടുള്ള ആ സംസാരത്തിൽ ഒരു ഭാഗത്തെത്തുമ്പോൾ മൂസാ നബിയോട്, അല്ലെങ്കിൽ മൂസാ നബി അള്ളാഹു ഒരു പ്രത്യേകതരം ഒരു പരീക്ഷണത്തിന് വിധേയപ്പെടുത്തുന്നുണ്ട്. അതിന്റെ തുടക്കം പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അള്ളാഹു മൂസാ നബിയോട് ചോദിക്കുന്നു, വമാ തിൽക ബിയമീനിക യാ മൂസ, മൂസ എന്താണ് നിന്റെ വലത് കയ്യിലുള്ളത്, എന്താണ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഖാല ഹിയ അസ്വായ, അള്ളാഹുവേ ഇത് എന്റെ വടിയാണ്. വടിയാണ് എന്ന് പറഞ്ഞതിലൂടെ ആ കാര്യം അവിടെ കഴിഞ്ഞു. മൂസാ നബി വടിയാണ് എന്ന് പറഞ്ഞതിന് ശേഷവും ആ വടിയുടെ വിശകലനം, അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി, വിശേഷണങ്ങൾ കൂടി പറയുന്നുണ്ട്. മൂസാ നബി പറയുന്നു, അതവക്കഉ അലൈഹ, എനിക്കിത് ഇങ്ങനെ ഊന്നി നിൽക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വടിയാണ്. വഅഹുശു ബിഹാ അലാ ഗനമി, എന്റെ ആട്ടിൻ പറ്റങ്ങൾക്ക് ഭക്ഷിക്കാൻ, ഇല കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഇല ഇങ്ങനെ തല്ലിക്കൊഴിച്ചിടാൻ ഞാൻ ഉപയോഗിക്കുന്ന വടി കൂടിയാണിത്. അവിടെയും നിർത്താതെ മൂസാ നബി പിന്നെയും പറയുന്നുണ്ട്, വലിയ വലിയ ഫീഹാ മആരിബു ഉഖ്റ, ഇപ്പൊ പറഞ്ഞതല്ലാത്തയും ഒരുപാട് ഗുണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഉപകാരങ്ങൾ ഈ വടി കൊണ്ട് എന്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ ഒരുപാട് ഗുണങ്ങളുള്ള, ഒരുപാട് ജീവിതത്തെ കൂടുതൽ എളുപ്പമാക്കുന്ന ആ വടി അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുന്നുണ്ട്, ഖാല അൽഖിഹാ യാ മൂസ, മൂസ നീ ആ വടി താഴത്തേക്ക് ഇടുക. അപ്പൊ ഒരുപാട് ഗുണമുള്ള ആ വടി ഉപേക്ഷിക്കാൻ
അള്ളാഹു പറയുന്നു. അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിച്ചുകൊണ്ട് മൂസാ നബി ആ വടി താഴെയിടുന്നു. ജീവനുള്ള ഒരു സർപ്പമായിക്കൊണ്ട് അത് അങ്ങനെ ഇഴഞ്ഞു വരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം ആ ഒരു സന്ദർഭത്തെ പറ്റി. നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ ഏറെ പ്രയോജനമുണ്ടായിരുന്ന, ഒരുപാട് ഗുണമുണ്ടായിരുന്ന ആ വസ്തുവിനെ നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ അള്ളാഹു അങ്ങേയറ്റം ഉപദ്രവമുള്ള, ദോഷമുള്ള, ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ മാത്രം ഉപദ്രവമുള്ള ഒരു സർപ്പമായി അള്ളാഹു മാറ്റുന്നു. വലിയൊരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആ ആശയം നൽകേണ്ടത്. വെറുതെ ആ പാമ്പ് അങ്ങനെ ഇഴഞ്ഞു പോവുകയല്ല. അള്ളാഹുവിന്റെ അടുത്ത കൽപ്പന പറയുകയാണ്, ഖാല ഖുദ്ഹാ വലാ തഖഫ്. മൂസ, ആ ഇഴയുന്ന സർപ്പത്തെ നീ പിടിക്കണം. വലാ തഖഫ്, നീ ഭയപ്പെടേണ്ടതില്ല. ആടിയുലഞ്ഞു പോകുന്ന മൂസാ നബിയുടെ ഹൃദയത്തെ പറ്റി, മനസ്സിനെ പറ്റി നമ്മുടെ മനസ്സിലേക്ക് മൂസാ നബിയുടെ ചിന്തകൾ കടന്നു വരണം. തൊട്ടപ്പുറത്ത് തന്നെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നിട്ടുള്ള ഇണ കാത്തിരിക്കുന്നുണ്ട്. അല്പം വെളിച്ചം കണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമോ എന്ന് കരുതി വന്നതാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇവിടെ അവസാനിപ്പിക്കപ്പെടുമോ എന്നുള്ള ഭയം പോലും മൂസാ നബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വടി, ആ പാമ്പിനെ പിടിക്കുകയും സനുഈദുഹാ സിറതഹൽ ഉല, എങ്ങനെയാണോ അത് ആദ്യം ഉണ്ടായിരുന്നത് ആ അവസ്ഥയിലേക്ക് ആ പാമ്പിനെ, ആ സർപ്പത്തെ, ആ വടിയെ തിരികെ പരിണമിപ്പിച്ചു പോകുന്നതും പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. എന്തിനാണ് മൂസാ നബിയെ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിലൂടെ അള്ളാഹു കടത്തിവിട്ടത്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ജീവിതത്തിലെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്, സുഖദുഃഖങ്ങൾ ജീവിതത്തിലേക്ക് കടത്തിവിടുന്നത് നിന്റെ കയ്യിലല്ല. അതിന്റെ പരിധിയും പരിമിതിയും ഉള്ളത് ലോകൈകനാഥനായ റബ്ബാണ്. നിന്റെ ജീവിതത്തിലെ ഗുണവും ദോഷവും കൃത്യമായി നിർണയിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള അതിവിശിഷ്ടമായ, അതിവിശാലമായ, ലോകം ആവശ്യപ്പെടുന്ന ആ ആശയത്തെ പഠിപ്പിക്കാനാണ് അള്ളാഹു മൂസാ നബിയെ ആ ഒരു പരീക്ഷണത്തിലൂടെ കടത്തിവിട്ടിട്ടുള്ളത്. സഹോദരന്മാരെ, സഹോദരിമാരെ, അത്തരത്തിലുള്ള പല കാര്യങ്ങളിലൂടെയും, പല സംഗതികളിലൂടെയും, സാഹചര്യങ്ങളിലൂടെയും ഒരു പക്ഷെ നമ്മുടെ ജീവിതവും കടന്നു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. മാരകമായ രോഗങ്ങളുടെ സ്ഥിരീകരണം ശരീരത്തിൽ സംഭവിക്കുന്നു. കുടുംബത്തിൽ ഏറെ സുഭദ്രമായി പോന്നിരുന്ന പല കുടുംബങ്ങളും ശിഥിലമായി പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണങ്ങളെപ്പറ്റി കൃത്യമായി നമ്മൾ അറിയണം. അത് മറ്റൊരു ഭാഗമാണ്. എന്നാൽ അത്തരത്തിൽ നാം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇത് എന്റെ രക്ഷിതാവ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി, എന്റെ വിശ്വാസത്തെ കൂടുതൽ ഈടുറ്റതാക്കാൻ വേണ്ടി, വിശ്വാസങ്ങളുടെ ഇഴയടുപ്പങ്ങൾ ഒന്നുകൂടി ശക്തമാക്കാൻ വേണ്ടി, എന്നെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി എന്റെ ജീവിതത്തിലേക്ക് കടത്തിവിട്ടിട്ടുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മെ നമ്മുടെ ജീവിതത്തിൽ നയിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ അള്ളാഹുവെ മനസ്സിലാക്കുമ്പോഴാണ് ആ നേരത്തെ പറഞ്ഞ ആ ആശങ്കയുള്ള ചോദ്യം നമ്മുടെ ജീവിതത്തിൽ അസ്ഥാനത്തായി പോകുന്നത്. ആ രൂപത്തിൽ കൃത്യമായി യഥാവിധി അള്ളാഹുവെ മനസ്സിലാക്കുവാൻ, അള്ളാഹുവെ തിരിച്ചറിയുവാൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കുവാൻ, അത് ജീവിതത്തിലേക്ക് പറിച്ചു നടുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ, യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്തരത്തിലുള്ള വെല്ലുവിളികൾ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ, അത് അള്ളാഹു നമ്മിൽ നിന്നും ദൂരീകരിച്ച് നമുക്ക് ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ സ്ഖലിതങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വേദനിക്കുന്ന ആ കുടുംബം, ഒട്ടനവധി പ്രതീക്ഷകളോടുകൂടി വളർത്തിക്കൊണ്ടുവന്നിരുന്ന സന്താനങ്ങൾ കൺമുന്നിൽ വെച്ച് മരണപ്പെട്ടു പോകുന്ന കാഴ്ച കാണുന്ന മാതാപിതാക്കൾ, അവരുടെ ബന്ധുമിത്രാദികൾ വലിയ ക്ലേശങ്ങളിലൂടെ, മാനസികമായ വ്യതകളിലൂടെ കടന്നു പോകുന്ന അവർക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പാരത്രിക ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ പിഞ്ചു മക്കൾക്ക് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയവർ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, സന്താനങ്ങൾ, ഗുരുനാഥന്മാർ, അയൽപ്പക്കക്കാർ, കൂട്ടുകാർ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നമ്മെയും അവരെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ
ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഒരു കൂട്ടം ആളുകൾ വലതുഭാഗത്തേക്കും മറ്റൊരു കൂട്ടം ആളുകൾ ഇടതുഭാഗത്തേക്കും നരകത്തിലേക്കും തെളിക്കപ്പെടുന്ന ആ ഒരു ദിവസത്തിൽ വലതു കൈയിൽ ഗ്രന്ഥം ലഭിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا أجر والدنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.